ഡിയർ സ്റ്റുഡൻസ്, ബൈനോമിയൽ തിയറത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ. ഇതിന് ജനറൽ ടേം കണ്ടുപിടിച്ചിട്ട് അതുപയോഗിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ് ആദ്യം ഡിസ്കസ് ചെയ്യുക. ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്, മിഡിൽ ടേം, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഫൈൻഡ് ദ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ 3/2x² - 1/3x the whole raised to 6. ഇപ്പോൾ ഇടയ്ക്കുള്ള സൈൻ ആദ്യം നോക്കണം. മൈനസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ഫോമുല യൂസ് ചെയ്യാം. -1r NCR a⁻n−r b⁻r. ഇടയ്ക്ക് പ്ലസ് ആണെങ്കിൽ -1r വേണ്ട, ആദ്യത്തെ ഫോമുല യൂസ് ചെയ്യുക. NCR a⁻n−r b⁻r. അപ്പോൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ചതിന് ശേഷം ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആണ് ചോദ്യമെങ്കിൽ ഡിഗ്രി ഓഫ് എക്സിന് 0 എന്ന് കൊടുക്കണം. മിഡിൽ ടേം ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ മിഡിൽ ടേം എത്രാമത്തെ ടേം ആണെന്ന് നോക്കിയിട്ട് ആറിന് ഏത് നമ്പർ കൊടുക്കണമെന്ന് ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ചോദ്യം ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ജനറൽ ടേം എഴുതാം. ജനറൽ ടേമിന്റെ ഫോമുല എഴുതണം. നിർബന്ധമായിട്ടും ഫോമുല എഴുതിയിരിക്കണം. -1r NCR a⁻n−r b⁻r. അതിനകത്ത് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. n മീൻസ് ദ ഡിഗ്രി. ഡിഗ്രി 6 3/2 x² - 1/3x the whole raised to 6 എന്നാണ്. അപ്പോൾ എന്നിന്റെ സ്ഥാനത്ത് 6 എന്ന് കൊടുക്കുക. അതോടൊപ്പം എക്കും വാല്യൂ കൊടുക്കണം. എ എന്ന് വെച്ചാൽ ആദ്യത്തെ ടേം ആണ് 3/2x². ബിക്കും വാല്യൂ കൊടുക്കുക 1/3x. അതിനുശേഷം അതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഒരു ബ്രാക്കറ്റിനകത്ത് ഒന്നിലധികം ടേംസ് ഉണ്ടായിരിക്കുകയും അതിന്റെ പുറത്തൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ ആ ഡിഗ്രി ഓരോ ടേംസിനും കൊടുക്കണം. അപ്പോൾ 3/6 - r, അതുപോലെ 2/6 - r, അത് രണ്ടും വരും. അതോടൊപ്പം എക്സിന്റെ ടേം വരുന്നത് x⁻²2 the whole raised to 6 - r എന്നാണ്. ഇപ്പോൾ a⁻m the whole raised to n എന്നുള്ള ഫോം a⁻m × n. ഇപ്പോൾ 6 - r × 2 എന്ന് വരും. ദറ്റ് ഈസ് 12 - 2r. രണ്ടാമത്തെ ടേം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1/3r, അതായത് 1/r വരും, 3/r വരും, x⁻r വരും. അതിൽ 3/r ആദ്യത്തെ ടേമിന്റെ കൂടെ എഴുതി, അതായത് നമ്പേഴ്സ് എല്ലാം ഒരുമിച്ച് എഴുതി, എക്സിന്റെ അടുത്ത് എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്നുള്ള ഫോമുല എടുക്കാം. a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് വെച്ചാൽ a⁻m - n. അപ്പോൾ 3/6 - r ഉണ്ട്, 3/r ഉണ്ട്, അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. അതുപോലെ തന്നെ എക്സിന്റെ ടേംസ് മുകളിലും താഴെയും കിടപ്പുണ്ട്, ഡിഗ്രികൾ തമ്മിൽ മൈനസ് ചെയ്യുക. a⁻m - n എന്നുള്ള ഫോം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -1r 6r 3/6 - 2r, കാരണം -r വന്നു, അപ്പം -2r ബൈ 2/6 - r x⁻12 - 3r. ഇത്രയും നമ്മൾ ജനറൽ ടേം എഴുതി സിംപ്ലിഫൈ ചെയ്തതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സിൽ നിന്ന് സ്വതന്ത്രമായ ടേം കണ്ടുപിടിക്കുക എന്നാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒത്തിരി ടേംസ് എഴുതേണ്ടി വരും. അതിനേക്കാളും എളുപ്പം ഇതാണ്. ജനറൽ ടേം മാത്രം എഴുതുക. ഇതിൽ എക്സ് വരാത്ത ടേം കണ്ടുപിടിക്കണം. എക്സ് വരാത്ത ടേം എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഡിഗ്രി 0 എന്നാണ്. x⁻0 is 1. അപ്പോൾ ഡിഗ്രി 12 - 3r എന്ന് കിടക്കുന്നതിന് എന്ത് ചെയ്യുക? 0 എന്ന് കൊടുക്കുക. To get the term independent of x, equate its degree to 0. So 3r is equal to 12, r is equal to 4. നേരത്തെ നമ്മൾ എഴുതി വെച്ചിരുന്ന tr+1 എന്ന ഇക്വേഷനിൽ, ഈ ഇക്വേഷനിൽ ആറിന്റെ പ്ലേസിൽ 4 കൊടുത്താൽ മതി, ഇതിന്റെ ആൻസർ കിട്ടും. സോ -1r 6c4 -1/4 എന്ന് മാറും. 6c4 3/6 - 2 × 4 by 2/6 - 4. So final answer is 5/12. So next question, x/3 + 9y the whole raised to 10 എന്ന ആ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് മിഡിൽ ടേം ആണ് എന്ന് പറഞ്ഞാലും നമ്മളതെല്ലാം എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം ജനറൽ ടേം എഴുതിയിട്ട് നടുക്ക് വരുന്ന ടേം മാത്രം കാൽക്കുലേറ്റ് ചെയ്യാം. ജനറൽ ടേമിന്റെ ഫോമുല എഴുതുമ്പോൾ ഇടയ്ക്കുള്ള സൈൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലസ് ആണ്. പ്ലസ് ആണെങ്കിൽ NCR a⁻n−r b⁻r, ആദ്യത്തെ ഫോമുല NCR a⁻n−r b⁻r. ഫോമുല എഴുതുക. ഫോമുല എഴുതിയതിന് ശേഷം എന്നിന്റെ വാല്യൂ കൊടുക്കുക. n മീൻസ് ദ ഡിഗ്രി. ഡിഗ്രി is 10. അപ്പോൾ എന്നിന്റെ സ്ഥാനത്ത് 10 a⁻n−r എന്ന് വെച്ചാൽ ആദ്യത്തെ ടേം x/3 then b⁻r. b മീൻസ് 9y, രണ്ടാമത്തെ ടേം ആണ് b. അപ്പം 9y⁻r. then ഇതിനെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ബ്രാക്കറ്റിനകത്തുള്ള ഓരോ ടേംസിനും ഈ ഡിഗ്രി കൊടുക്കാം. സോ 10cr × x⁻10 - r എന്നൊരു ടേം വരും.
അതുപോലെ 3⁻10⁻⁻. ഇതിൽ നമ്പേഴ്സ് മാത്രം ആദ്യം എഴുതി. അപ്പോൾ 3⁻10⁻⁻ എഴുതി. രണ്ടാമത്തെ ബ്രാക്കറ്റിൽ നിന്ന് 9⁻⁴ × y⁻⁴ എന്ന് കിട്ടും. ആ 9⁻⁴ കൂടെ ആദ്യം ചേർത്തു. അപ്പോൾ നമ്പേഴ്സ് എല്ലാം ആദ്യം എഴുതിയിട്ടുണ്ട്. ദെൻ എക്സും വൈയും ഒക്കെ പിന്നീട് എഴുതി. ഇതിലെ ചോദ്യം എന്ന് പറയുന്നത് മിഡിൽ ടേം കണ്ടുപിടിക്കാമെന്ന്. ഡിഗ്രി 10 ആണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 11 ടേംസ് ഉണ്ടായിരിക്കും. 11 ടേംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് വരുന്ന ടേം 6ാമത്തെ ടേം ആണ്. 6ാമത്തെ ടേം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് T5+1 എന്ന് എഴുതാം. 5+1 അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 6ന്റെ പ്ലേസിൽ, അതായത് ഈ TR+1 എന്ന ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ടേം എന്ന് പറയുന്നത് T5+1 ആണ്. സോ ദാറ്റ് മീൻസ് R = 5. അപ്പോൾ ഈ ഇക്വേഷനിൽ R വരുന്നിടത്തെല്ലാം 5 എന്ന് കൊടുക്കുക. സോ 10z5, 9⁵, 3⁻10⁻⁵, x⁻10⁻⁵, y⁵. അപ്പോൾ R വന്നിടത്തെല്ലാം 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക. 10z5 വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ കണ്ടുപിടിക്കാം. ഈ 9⁵ നമുക്ക് എങ്ങനെ എഴുതാം? 3² അപ്പോൾ 3⁻10 ആയിട്ടത് മാറും. ഡിനോമിനേറ്ററിൽ 3⁻10⁻5 ഉണ്ട്. ദാറ്റ് ഈസ് 3⁵. സോ ആൻസർ ഈസ് 10z5, 3⁵, x⁵, y⁵. Third question. 1+a⁴m+n expansion. If the coefficients of a⁻m and a⁻n are equal, find the value of a എന്നാണ് question. Coefficients of a⁻m and a⁻n are equal എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ 1+a⁴m+n എന്ന ബൈനോമിയൽ എക്സ്പാൻഷനിൽ a⁻mൻ്റെയും a⁻n-ൻ്റെയും കോഎഫിഷ്യൻസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. വളരെ എളുപ്പമാണ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ ജനറൽ ടേം എഴുതുക. ദ ഫോർമുല ഈസ് NCR, a⁻n−r, b⁻r. ഫോർമുല എഴുതിയതിന് ശേഷം n-ന്റെ പ്ലേസിൽ എന്താണെന്ന് നോക്കുക. 1+a⁴m+n എന്നാണ്. അപ്പോൾ n-ന്റെ പ്ലേസിൽ m+n. NCR എന്നുള്ളതിന് പകരം m+n_CR. അപ്പോൾ ഒരു ബ്രാക്കറ്റ് കൊടുത്ത് എഴുതുക, m+n_CR. a എന്ന് വെച്ചാൽ ആദ്യത്തെ ടേം. 1+a എന്നുള്ള എക്സ്പാൻഷനിൽ ആദ്യത്തെ ടേം 1 ആണ്. സോ 1⁻m+n−r. രണ്ടാമത്തെ ടേം a ആണ്. സോ a⁻r. ഇതിൽ 1⁻m+n_r എന്ന് വെച്ചാൽ 1 ആണ്. ബിക്കോസ് 1നെ നമ്മൾ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 1 തന്നെ കിട്ടും. സോ TR+1 ഈസ് m+n_CR a⁻r. നമ്മുടെ ചോദ്യത്തിൽ കോഎഫിഷ്യൻസ് ഈക്വൽ ആണെന്നാണ് തെളിയിക്കേണ്ടത്. അതുകൊണ്ട് കോഎഫിഷ്യന്റ് മാത്രം എടുക്കുക. a⁻rന്റെ കോഎഫിഷ്യന്റ് മീൻസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ടേം എന്താണ്? a⁻rനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു? ഗുണോത്തരം എന്ന് മലയാളത്തിൽ പറയും. m+n_CR കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്. സോ ദ കോഎഫിഷ്യന്റ് ഈസ് m+n_CR. നമ്മുടെ ആവശ്യം a⁻mൻ്റെയും a⁻n-ൻ്റെയും കോഎഫിഷ്യൻസ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. a⁻mന്റെ കോഎഫിഷ്യന്റ് കിട്ടാനായിട്ട് r-ന്റെ പ്ലേസിൽ m എന്ന് കൊടുത്താൽ മതി. ബിക്കോസ് a⁻rന്റെ കോഎഫിഷ്യന്റ് m+n_CR ആണ്. അപ്പോൾ a⁻mന്റെ കോഎഫിഷ്യന്റ് m+n_CM, a⁻n-ന്റെ കോഎഫിഷ്യന്റ് m+n_CN. ഇത് രണ്ടും ഈക്വൽ ആണ്. കാരണം നമുക്കറിയാം NCR ഈസ് ഈക്വൽ ടു NCN-r. നമ്മൾ കോമ്പിനേഷൻസിൽ പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. NCR ഈസ് ഈക്വൽ ടു NCN-r. അപ്പോൾ ആ പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ m+n_CM ഈസ് ഈക്വൽ ടു m+n_C m+n-m. m ക്യാൻസൽ ആയി പോയിട്ട് m+n_CN എന്ന് തന്നെ കിട്ടും. സോ ദ കോഎഫിഷ്യൻസ് ആർ ഈക്വൽ. Next question. Find a positive value of m for which the coefficient of x² in the expansion 1+x⁴m is 6. 1+x⁴m-ന്റെ എക്സ്പാൻഷനിൽ കോഎഫിഷ്യന്റ് ഓഫ് x² 6 ആകുമ്പോൾ m-ന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഏത് ഡിഗ്രിയാണ് m? ആ m എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കോഎഫിഷ്യന്റ് ഓഫ് x² 6 ആണെന്ന് തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് x² നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം. അപ്പം അതിനുവേണ്ടി ജനറൽ ടേം എഴുതുക. ജനറൽ ടേം NCR, a⁻n−r, b⁻r. n-ന്റെ പ്ലേസിൽ ഈ ക്വസ്റ്റ്യനിൽ m ആണുള്ളത്. സോ MCR. എയുടെ പ്ലേസിലുള്ളത് 1. സോ 1⁻m−r. എക്സിന്റെ പ്ലേസിൽ ബിയുടെ പ്ലേസിലുള്ളത് x ആണ്. സോ x⁻r. 1⁻m−r ഈസ് 1.
കാരണം 1നെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലും 1 തന്നെ കിട്ടും. അപ്പോൾ ടി ആർ പ്ലസ് 1ന്റെ വാല്യൂ വരുന്നത് MCR x raised to r. The coefficient of x raised to r is MCR. Given that coefficient of x square is 6. x raised to rന്റെ കോഎഫിഷ്യന്റ് MCR ആണെങ്കിൽ x raised to 2ന്റെ കോഎഫിഷ്യന്റ് MC2 ആണ്. ഇതിന്റെ വാല്യൂ r ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ, 6 ആണ്. സോ MC2 is equal to 6. ഈ MC2നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാം. m ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു m മൈനസ് 2 ഫാക്ടോറിയൽ. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് m ഇൻറ്റു m മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2. എമ്മിൽ നിന്ന് തുടങ്ങി ഡിക്രീസിങ് ഓർഡറിൽ 2 ടേം എഴുതണം. ഡിനോമിനേറ്ററിൽ 1 ഇൻറ്റു 2 എഴുതണം. ദാറ്റ്സ് ഈക്വൽ ടു 6. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എമ്മിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. m ഇൻറ്റു m, m സ്ക്വയർ, m ഇൻറ്റു 1 m. സോ m സ്ക്വയർ മൈനസ് m. ഈ 1 ഇൻറ്റു 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ 2 ഇൻറ്റു 6 ദാറ്റ് ഈസ് 12. ഒരു അറേഞ്ച്മെന്റ് കൊടുക്കുക, 12നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. സോ m സ്ക്വയർ മൈനസ് m മൈനസ് 12 ഈസ് ഈക്വൽ ടു 0. ഇതിനെ നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് എമ്മിന് 2 വാല്യൂസ് കിട്ടും, 4 എന്നും കിട്ടും, മൈനസ് 3 എന്നും കിട്ടും. ഫാക്ടറൈസിങ് മെത്തേഡിലും ചെയ്യാം. m മൈനസ് 4 ഇൻറ്റു m പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. സോ m ഈസ് ഈക്വൽ ടു 4 ഓർ മൈനസ് 3. ഇവിടെ ഒരു ആൻസറേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ, അത് 4 മാത്രമാണ്. കാരണം പോസിറ്റീവ് ഇൻറ്റീജർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പോസിറ്റീവ് ഇൻ്റഗ്രലിനുള്ള ബൈനോമിയൽ തിയറമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക. സോ m ഈസ് ഈക്വൽ ടു 4 മാത്രം സെലക്ട് ചെയ്യുക. അടുത്തത് പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടു പ്ലസ് എ ദ ഹോൾ റൈസ് ടു 50 എന്ന ഒരു ബൈനോമിയൽ എക്സ്പാൻഷനിൽ 17th ടേമും 18th ടേമും ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ എന്നാണ് ചോദ്യം. 17th ടേം ആൻഡ് 18th ടേം ആർ ഈക്വൽ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 2 പ്ലസ് എ ദ ഹോൾ റൈസ് ടു 50. ഇപ്പോൾ 17ാമത്തെയും 18ാമത്തെയും ടേം ഈക്വൽ. ആദ്യം നമ്മൾ ജനറൽ ടേം എഴുതുക. ടി ആർ പ്ലസ് 1 MCR എ റൈസ് ടു n മൈനസ് ആർ ബി റൈസ് ടു ആർ. 50 ഡിഗ്രി. സോ 50 CR. ആദ്യത്തെ ടേം 2 ആണ്. 2 റൈസ് ടു 50 മൈനസ് ആർ. രണ്ടാമത്തെ ടേം എ ആണ്. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് എ ആണ്. അവസാനം അപ്പോൾ എ റൈസ് ടു ആർ. 17ാമത്തെ ടേമും 18ാമത്തെ ടേമും ഈക്വൽ ആണ്. ഇപ്പൊ ടി ആർ പ്ലസ് 1 നമ്മൾ എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ 17ാമത്തെ ടേം ചോദിക്കുമ്പോൾ അതിനെ 16 പ്ലസ് 1 എന്ന് എഴുതുക. അതുപോലെ തന്നെ 18ാമത്തെ ടേം വരുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? T17 എന്നുള്ളതിനെ T16 പ്ലസ് 1 എന്നും T18 എന്നുള്ളതിനെ T17 പ്ലസ് 1 എന്നും എഴുതുക. അതിനുശേഷം ടി ആർ പ്ലസ് 1 എഴുതി വെച്ചിരിക്കുന്നതിൽ 16ഉം 17ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 50 C16, 2 റൈസ് ടു 50 മൈനസ് 16, എ റൈസ് ടു 16, 50 C17, 2 റൈസ് ടു 50 മൈനസ് 17, എ റൈസ് ടു 17. നമ്മുടെ ചോദ്യം ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ എന്നാണ്. അപ്പോൾ എ വരുന്ന 2 ടേംസും ഒരു സൈഡിൽ എഴുതുക. എ റൈസ് ടു 16 ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഡിനോമിനേറ്ററിൽ വരും എ റൈസ് ടു 17 ഡിവൈഡഡ് ബൈ എ റൈസ് ടു 16. അടുത്തത് എ വരാത്തത്, അതായത് ഈ നമ്പേഴ്സിനെ എല്ലാം ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരിക. അവിടെ 50 C16ഉം 2 റൈസ് ടു 34ഉം ഉണ്ട്. 50 C17ഉം 2 റൈസ് ടു 33ഉം റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഫോർമുല NCR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ആ ഫോർമുല ഉപയോഗിച്ച് 50 C16ഉം 50 C17ഉം എഴുതണം. 2 റൈസ് ടു 34 ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 33 എന്നുള്ളതിനെ എ റൈസ് ടു m ഡിവൈഡഡ് ബൈ എ റൈസ് ടു n എന്നുള്ള ഫോം, എ റൈസ് ടു m മൈനസ് n. വലതുവശത്തും അതുപോലെ തന്നെ. ഇനി ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 50 ഫാക്ടോറിയലും 50 ഫാക്ടോറിയലും കട്ട് ചെയ്യാം. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 17 ഫാക്ടോറിയൽ നേരെ മുകളിൽ വരും. 17 ഫാക്ടോറിയലും 16 ഫാക്ടോറിയലും കൂടെ കമ്പയർ ചെയ്താൽ 17 ആണ് വലുത്. 17 ഫാക്ടോറിയലിന് നമുക്ക് 17 ഇൻറ്റു 16 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഈ 50 മൈനസ് 16 34 എന്ന് വരും. ഇവിടെ 33 എന്ന് വരും. അപ്പം അതിൽ 34 ആണോ വലുതെന്ന് നോക്കുക. ഏതാണ് വലുത്? 34 ആണ് വലുത് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ മാത്രം എക്സ്പാൻഡ് ചെയ്താൽ മതി, ഇതിനെ എക്സ്പാൻഡ് ചെയ്യണ്ട. നേരെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 17 ഫാക്ടോറിയൽ മുകളിൽ പോവും, 33 ഫാക്ടോറിയൽ മുകളിൽ പോവും. 17 ഫാക്ടോറിയലിന് 17 ഇൻറ്റു 16 ഫാക്ടോറിയൽ എന്ന് എഴുതുക. 33 ഫാക്ടോറിയലിന് അതുപോലെ എഴുതി വയ്ക്കുക.
ഈ ടേംസ് ഡിനോമിനേറ്ററിൽ വരും. ഇത് 16 ഫാക്ടോറിയൽ അതുപോലെ എഴുതണം. 34 ഫാക്ടോറിയലിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇറ്റ് ഈസ് റിട്ടൺ ആസ് 34 into 33 factorial. Then we can cancel 16 factorial and 33 factorial. 2ന്റെ പവേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 raised to 1 എന്ന് കിട്ടും. ദറ്റ് ഈസ് 2. അതുപോലെ എയുടെ ടേംസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ a raised to 1 എന്ന് കിട്ടും. അപ്പോൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ എന്നായിരുന്നല്ലോ ചോദ്യം. നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ നോക്കാം. 17 into 2 ദറ്റ് ഈസ് 34 divided by 34. 34 കട്ട് ചെയ്ത് പോയാൽ ആൻസർ ഈസ് 1. സോ a is equal to 1. അടുത്ത ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 plus x the whole raised to 2n മിഡിൽ ടേം കണ്ടുപിടിക്കുക. ഇപ്പോൾ മിഡിൽ ടേം ചോദിച്ചാൽ നമുക്കറിയാം ജനറൽ ടേം ആദ്യം എഴുതണം. NCR a raised to n minus r b raised to r. 1 plus x ആണ് ടേംസ്. ആദ്യത്തെ ടേം 1, രണ്ടാമത്തെ ടേം x. n പ്ലേസിൽ 2n 2NCR എന്ന് വരും. 2NCR x raised to r. മിഡിൽ ടേം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മിഡിൽ ടേം എന്ന് പറയുമ്പോൾ എത്ര ടേംസ് ആദ്യം എക്സ്പാൻഷനിലുണ്ടെന്ന് നോക്കണം. ഡിഗ്രി ഈസ് 2n. സോ എക്സ്പാൻഡിങ് വി ഗെറ്റ് 2n plus 1 ടേംസ്. 2n plus 1 ടേംസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 11 ടേംസ് ഉണ്ടെങ്കിൽ മിഡിൽ വരുന്ന ടേം ആറാമത്തെ ടേമാണ്. അതായത് 12/2 അങ്ങനെയാണ് ടേം കണ്ടുപിടിക്കുക. അല്ലെ, എന്താണോ ഓഡ് നമ്പർ ഡിഗ്രി ആയിട്ട് വന്നിരിക്കുന്നത്, എത്ര ടേംസ് ഉണ്ട് 11 ഞാൻ പറഞ്ഞ എക്സാമ്പിൾ. 11 ഒരു ഓഡ് നമ്പറാണ്. ഇപ്പം മിഡിൽ ടേം കണ്ടുപിടിക്കാൻ 11ന്റെ കൂടെ 1 കൂട്ടുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2n plus 1 ടേംസ് ഉണ്ട് അല്ലേ. മിഡിൽ ടേം കണ്ടുപിടിക്കാൻ അതിന്റെ കൂടെ 1 കൂട്ടുക, 2n plus 1 plus 1. ദെൻ ഡിവൈഡിങ് ബൈ 2. 1 plus 1 എന്നുള്ളതിനെ 2 എന്ന് എഴുതാം. അപ്പോൾ 2n plus 2 divided by 2. 2n/2 എന്നും 2/2 എന്നും അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് മിഡിൽ ടേം ആണ് എഴുതുന്നത് നമ്മൾ എത്രാമത്തെ ടേം എന്നുള്ളത്. സോ 2n/2 plus 2/2th ടേം ഈസ് ദ മിഡിൽ ടേം. 2n/2ലെ 2 കട്ട് ചെയ്യാം, അപ്പോൾ n എന്ന് കിട്ടും. 2/2ലെ 2ഉം കട്ട് ചെയ്യാം, അപ്പോൾ 1 എന്ന് കിട്ടും. സോ n plus 1th ടേം ഈസ് ദ മിഡിൽ ടേം. നമ്മൾ tr plus 1 എഴുതി വെച്ചിട്ടുണ്ട്. 2NCN x raised to r. അപ്പോൾ tn plus 1 എഴുതാനും എളുപ്പമാണ്. 2NCR എന്ന് എഴുതിയതിന് പകരം എന്ത് എഴുതിയാൽ മതി? n എഴുതിയാൽ മതി. കാരണം tn plus 1 ആണ് ക്വസ്റ്റ്യൻ. tn plus 1 ഈസ് 2NCN x raised to n. ഇനി ഇതിനെ നമ്മൾ ഫാക്ടോറിയൽ ഡെഫിനിഷൻ കൊടുക്കുക. ഫാക്ടോറിയൽ ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞു. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ n-ന്റെ സ്ഥാനത്ത് 2n ആണ്, r-ന്റെ സ്ഥാനത്ത് n ആണ്. ഫോർമുല n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അപ്പോൾ n-ന്റെ പ്ലേസിൽ 2n ആയതുകൊണ്ട് ഇത് 2n ഫാക്ടോറിയൽ എന്ന് വരും. വേണമെങ്കിൽ 2n-നെ നമുക്കൊരു ബ്രാക്കറ്റിനകത്ത് കൊടുക്കാം. 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു 2n മൈനസ് n ഫാക്ടോറിയൽ ഇൻറ്റു x raised to n. ഇപ്പോൾ 2n മൈനസ് n എന്നുള്ളതിന് n എന്ന് എഴുതാം ഡിനോമിനേറ്ററിൽ. ഇനി ആ 2n ഫാക്ടോറിയലിന് എഴുതുകയാണ്. അപ്പോൾ നമുക്കറിയാം 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് 7 വരെയാണ് അല്ലേ. അപ്പോൾ 2n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് 2n വരെയാണ്. ഇപ്പോൾ 2n-ന്റെ തൊട്ട് മുമ്പത്തെ ടേം 1 കുറവായിരിക്കും, ഇസ് 2n മൈനസ് 1. ബാക്കി ടേംസ് എല്ലാം അതുപോലെ എഴുതിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് 2 ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഈവൻ നമ്പേഴ്സായിട്ടും ഓഡ് നമ്പേഴ്സായിട്ടും സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 മുതൽ 7 വരെയുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 3, 5, 7. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 4, 6. അപ്പോൾ അതുപോലെ ഞാൻ ഇതിനെ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ 2 ഗ്രൂപ്പുകളാക്കുന്നു എന്നേ ഉള്ളൂ. ടേംസ് എല്ലാം അവിടെ ഉള്ളത് തന്നെയാണ്. 2, 4, 6 തുടങ്ങി 2n വരെ. 1, 3, 5 തുടങ്ങി 2n മൈനസ് 1 വരെ. n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയലിന് n ഫാക്ടോറിയൽ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഈ 2n വരെയുള്ള ടേംസ് മാത്രം ഒന്ന് ഒബ്സർവ് ചെയ്യാം. 2 തുടങ്ങി 2n വരെയുള്ള ടേംസ് അതെല്ലാം ഈവൻ നമ്പേഴ്സാണ്. ഈവൻ നമ്പേഴ്സിന്റെ പ്രത്യേകത മൾട്ടിപ്പിൾസ് ഓഫ് 2 ആണ്. സോ 2 ക്യാൻ ബി റിട്ടൺ ആസ് 2 ഇൻറ്റു 1. 4 ക്യാൻ ബി റിട്ടൺ ആസ് 2 ഇൻറ്റു 4. 3 എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3. അങ്ങനെ എല്ലാ ടേംസിനെയും നമുക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് 2 ഇൻറ്റു 1, ഇത് 2 ഇൻറ്റു 2, 2 ഇൻറ്റു 3 എക്സെട്ര 2 ഇൻറ്റു 1. ഇതിൽ ഓരോ ടേംസിൽ നിന്നും 2 മാറ്റി നിർത്തിയാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു എന്ന് n ടൈംസ് വരും. ദാറ്റ് ഈസ് 2 raised to n. ബാലൻസ് വരുന്ന ടേം ഇവിടെ 1 ഉണ്ടായിരുന്നു, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ n. സോ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു n. ബാക്കി ടേംസ് എല്ലാം അതുപോലെ എഴുതുക. ഇപ്പോൾ ഈവൻ നമ്പേഴ്സ് വന്ന ടേംസിനെ മാത്രമാണ് സ്പ്ലിറ്റ് ചെയ്തത്. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം അതിനെ
ഓരോ ടേമിൽ നിന്നും 2 മാത്രം മാറ്റി നിർത്തുക. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു എന്ന് n ടൈംസ് വരും. ദാറ്റ് ബിക്കംസ് 2 റൈസ് ടു n. ഓൾസോ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു n എന്ന് ബാക്കി ടേംസ് ഉണ്ട്. അത്രയും ടേംസിന് നമുക്ക് n ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇനി ഓഡ് നമ്പേഴ്സിൻ്റെ ടേംസിന് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് അതുപോലെ തന്നെ എഴുതി വയ്ക്കുക. അപ്പോൾ ഈ മുകളിൽ ബാക്കി n ഫാക്ടോറിയൽ ഒരെണ്ണം വന്നു. താഴെ 2 n ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു n ഫാക്ടോറിയലിനെ ക്യാൻസൽ ചെയ്യാം. ബാലൻസ് വരുന്നതാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ള ടേം. മിഡിൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഈസ് 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു എക്സെട്ര 2n മൈനസ് 1 ഇൻറ്റു 2 റൈസ് ടു n എക്സ് റൈസ് ടു n ബൈ n ഫാക്ടോറിയൽ എന്നാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പാൻഷനാണ്. എക്സ്പാൻഡ് എക്സ് മൈനസ് 3/x² ദ ഹോൾ റൈസ് ടു 4. ബൈനോമിയൽ എക്സ്പാൻഷൻ നമ്മൾ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ പഠിച്ചതാണ്. ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കും ഈ സെക്ഷനിൽ നിന്ന്. വളരെ എളുപ്പമാണ്. ഡിഗ്രി എത്രയാണെന്ന് നോക്കുക, കോമ്പിനേഷൻസ് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് എഴുതുക. അപ്പോൾ ഡിഗ്രി n ആണെങ്കിൽ NC0, NC1, NC2 അങ്ങനെ ഓരോ ടേംസും തുടങ്ങി അവസാനം NCNൽ തീരും. ആദ്യത്തെ ടേമിൽ a റൈസ് ടു ഹയസ്റ്റ് പവർ a റൈസ് ടു n, അടുത്ത a റൈസ് ടു n-1 ഓരോന്ന് വീതം കുറഞ്ഞു കുറഞ്ഞു പോകും. ബിയുടെ ടേംസ് ഡിഗ്രി ഓരോന്ന് വീതം കൂടിയാണ് വരുന്നത്. രണ്ടാമത്തെ ടേം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. b റൈസ് ടു 1, b റൈസ് ടു 2, b റൈസ് ടു 3 അങ്ങനെ പോകും. ഒരു ടേം എടുത്താൽ അതിനകത്ത് കോമ്പിനേഷൻ ഉണ്ടാവും. എയുടെ ടേം ഉണ്ടാവും, ബിയുടെ ടേം ഉണ്ടാവും. ആദ്യത്തേതിൽ ബിയുടെ ടേം ഇല്ല, ഏറ്റവും അവസാനത്തേൽ എയുടെ ടേം ഇല്ല. ബാക്കി എല്ലാത്തിലും എയും ബിയും കാണും. ഇവിടെ ഡിഗ്രി 4 സോ 4C0 തുടങ്ങാം. ഫസ്റ്റ് ടേം 4C0 a റൈസ് ടു 4, ഇടയ്ക്ക് മൈനസ് ആണ്, അപ്പോൾ ഒന്നിടെ വിട്ട് മൈനസ് കൊടുക്കണം. മൈനസ് 4C1 എയുടെ ഡിഗ്രി ഒന്ന് കുറയ്ക്കുക, a റൈസ് ടു 3, b റൈസ് ടു 1. പ്ലസ് കൊടുത്തിട്ട് 4C2 എയുടെ ഡിഗ്രി ഒന്ന് കുറയ്ക്കുന്നു, 3 നിന്ന് 1 കുറച്ചാൽ 2. ബിയുടെ ഡിഗ്രി ഒന്ന് കൂട്ടുക, b², ദെൻ മൈനസ് കൊടുക്കുക. 4C2 എന്നുള്ളതിനെ 4C3 ആക്കണം. a റൈസ് ടു 1, b റൈസ് ടു 3, ദെൻ പ്ലസ് 4C4, b റൈസ് ടു 4. അപ്പോൾ അവസാനത്തെ ടേം വരുമ്പോൾ അതിനകത്ത് a കാണത്തില്ല. ഇനി ഇതിൽ എക്ക് പകരം x എന്ന് കൊടുക്കുക, കാരണം a ആണ് ആദ്യത്തെ ടേം, ദാറ്റ് ഈസ് x. ബിക്ക് പകരം 3/x² കൊടുക്കുക. അപ്പോൾ 3/x² ഒരു ബ്രാക്കറ്റിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ബിയുടെ പ്ലേസിൽ 3/x² എന്ന് കൊടുക്കുക. ഇനി ഓരോ ടേമായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. 1 ഇൻറ്റു x റൈസ് ടു 4, x റൈസ് ടു 4. ഇവിടെ 3 റൈസ് ടു 1 ബൈ x² റൈസ് ടു 1. അപ്പോൾ 3 റൈസ് ടു 1 3 എന്ന് കിട്ടും. 3 ഇൻറ്റു 4 12 ആണ്. 12x³ ഡിവൈഡഡ് ബൈ x². അതാണ് ആദ്യത്തെ ടേം, സെക്കൻഡ് ടേം. മൂന്നാമത്തെ ടേം വന്നിട്ട് 3² ഡിവൈഡഡ് ബൈ x² ദ ഹോൾ സ്ക്വയർ. 3² ഈസ് 9. 9 ഇൻറ്റു 6 54. x² ഇവിടെയുള്ള ടേമാണ്. ഡിനോമിനേറ്ററിൽ x² ദ ഹോൾ സ്ക്വയർ എന്ന് വരും, ദാറ്റ് ഈസ് x റൈസ് ടു 4. 54x² ഡിവൈഡഡ് ബൈ x റൈസ് ടു 4. അടുത്തത് 3³ 27. 27 ഇൻറ്റു 4 എടുക്കുമ്പോൾ 108. എക്സ് മുകളിലുണ്ട്, താഴെ x² ദ ഹോൾ ക്യൂബ്, a റൈസ് ടു m ദ ഹോൾ റൈസ് ടു n, a റൈസ് ടു m ഇൻറ്റു n, സോ x റൈസ് ടു 6. അവസാനത്തെ ടേം വന്നിട്ട് 3 റൈസ് ടു 4. 3 റൈസ് ടു 4 81 ആണ് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ x² റൈസ് ടു 4 ഈസ് x റൈസ് ടു 8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. അടുത്ത വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. x പ്ലസ് 1 ദ ഹോൾ റൈസ് ടു 6 പ്ലസ് x മൈനസ് 1 ദ ഹോൾ റൈസ് ടു 6 കണ്ടുപിടിക്കുക. അത് ഉപയോഗിച്ചുകൊണ്ട് √2 പ്ലസ് 1 ദ ഹോൾ റൈസ് ടു 6 പ്ലസ് √2 മൈനസ് 1 ദ ഹോൾ റൈസ് ടു 6 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ എക്സും ഡിഗ്രിയും ഒക്കെ ചിലപ്പോൾ മാറി വരാം. ഈ നമ്പർ √2 എന്നുള്ളതിന് വരെ √3 വരാം എന്നൊക്കെയുള്ളൂ. എന്തായാലും ഇത് ചെയ്യേണ്ട മെത്തേഡ് പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് ടേം മാത്രം എക്സ്പാൻഡ് ചെയ്യുക. x പ്ലസ് 1 ദ ഹോൾ റൈസ് ടു 6 മാത്രം എക്സ്പാൻഡ് ചെയ്യുക. അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ചതിന് ശേഷം x മൈനസ് 1 ദ ഹോൾ റൈസ് ടു 6 എഴുതുക. ഇത് എഴുതാനായിട്ട് എളുപ്പമാണ്. ഈ ആദ്യം എഴുതിയതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് മൈനസ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസറും കിട്ടും. 2 ആൻസറും കിട്ടിയതിന് ശേഷം രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. ഇടയ്ക്ക് ചിലപ്പോൾ മൈനസ് വരാം, ചിലപ്പോൾ പ്ലസ് വരാം. അപ്പം ഇവിടെ പ്ലസ് ആണ്. ഇപ്പോൾ 2 ഇക്വേഷൻസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവായിട്ടുള്ള ചിലതൊക്കെ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, അത് കട്ട് ചെയ്ത് പോകും, ബാക്കിയുള്ളത് കിട്ടും. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ചതിന് ശേഷം ആ ആൻസറിൽ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? √2 കൊടുത്താൽ മതി. കാരണം ഇത് x പ്ലസ് 1 പോലെയാണ് ഇരിക്കുന്നത് അല്ല. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ എത്ര കൊടുത്താൽ മതി? √2. ഫൈനൽ ആൻസറിലാണ് എക്സിൻ്റെ പ്ലേസിൽ √2 കൊടുക്കുക. അപ്പോൾ ആദ്യം x പ്ലസ് 1 ദ ഹോൾ റൈസ് ടു 6ന്റെ എക്സ്പാൻഷൻ എഴുതാം. 6C0 x റൈസ് ടു 6 പ്ലസ് 6C1 x റൈസ് ടു 5 ഇൻറ്റു 1 പ്ലസ് 6C2 x റൈസ് ടു 4 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 6C3 x റൈസ് ടു 3 ഇൻറ്റു 1 റൈസ് ടു 3 പ്ലസ് 6C4 x റൈസ് ടു 2 ഇൻറ്റു 1 റൈസ് ടു 4
plus 6e5 x raised to 1 into 1 raised to 5 plus 6e6 1 raised to 6. അപ്പോൾ 6e0 തുടങ്ങി 6e6 അവസാനിക്കും. ഇടയ്ക്കെല്ലാം പ്ലസ് ആണ്. എക്സിൻ്റെ ഡിഗ്രി 6, 5, 4, 3, 2, 1, 0 അങ്ങനെ ആ ഒരു ഓർഡറിൽ വരും. 1ൻ്റെ ഡിഗ്രി ആദ്യത്തെ ടേമിൽ ഉണ്ടാവില്ല, രണ്ടാമത്തെ തുടങ്ങും 1, 2, 3, 4, 5, 6. ഇതിൻ്റെ വാല്യൂ 6e0യുടെ വാല്യൂ 1, അപ്പോൾ അത് കൊടുക്കുമ്പോൾ എക്സ് റൈസ് ടു 6. 6e1ൻ്റെ വാല്യൂ 6, സോ 6x റൈസ് ടു 5. 6e2ൻ്റെ വാല്യൂ 15. അത് അറിഞ്ഞുകൂടാമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലും മതി. 6 into 5 by 1 into 2. 2 ടേംസ് എഴുതുക എന്നാണ്. 6ൽ തുടങ്ങി 2 ടേംസ് എഴുതുക, ഡിനോമിനേറ്ററിൽ 1 into 2 എഴുതുക. ദെൻ 6e3, 6 into 5 into 3 4 ഡിവൈഡഡ് ബൈ 1 into 2 into 3. അപ്പോൾ ആൻസർ 20 എന്ന് കിട്ടും. 6e4 ക്യാൻ ബി റിട്ടേൺ 6e2. 6ഉം 4ഉം കൂടെ മൈനസ് ചെയ്താലും മതി. അപ്പോൾ 6e2 നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു. 6e2 എത്രയാണ്? 15ആണ്. അപ്പോൾ 6e4 എത്ര തന്നെ ആയിരിക്കും? 15 തന്നെ ആയിരിക്കും. കാരണം NC6ഉം NCn-6ഉം ഈക്വൽ ആണ്. അടുത്ത 6e5, 6ഉം 5ഉം കൂടെ മൈനസ് ചെയ്താൽ 1 കിട്ടും. 6e1ന് സെയിം ആണ് 6e5. 6e1 ഈസ് 6. അപ്പോൾ ഈ ടേം എക്സ് വരുന്ന ടേം 6x എന്ന് കിട്ടും. അവസാനത്തത് 6e6ൻ്റെ വാല്യൂ 1 അപ്പോൾ അത് 1 കിട്ടി. ഇത്രയും എഴുതി കഴിഞ്ഞാൽ x-1 the whole raised to 6 എഴുതുക. വളരെ എളുപ്പമാണ്. ഇപ്പോൾ എഴുതി വെച്ചതിനകത്ത് പ്ലസ്സുകളൊക്കെ മൈനസ് ആക്കുക. ഏതൊക്കെയാണ്? ആദ്യത്തെ ടേം പോസിറ്റീവ്, രണ്ടാമത്തത് നെഗറ്റീവ്, അടുത്ത ടേമിന് പോസിറ്റീവ്, അടുത്തതിന് നെഗറ്റീവ്, അങ്ങനെ ഓൾട്ടർനേറ്റ് സൈൻ ചേഞ്ച് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടുള്ള 2 ടേംസും ആഡ് ചെയ്യുമ്പോൾ 2 എണ്ണമായിട്ട് മാറും. 2x raised to 6. പോസിറ്റീവും നെഗറ്റീവും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0. അപ്പോൾ അടുത്ത് വീണ്ടും 15ഉം 15ഉം ആഡ് ചെയ്താൽ 30. പ്ലസ് 20ഉം മൈനസ് 20ഉം കിടപ്പുണ്ട്, ആഡ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോകും. 15ഉം 15ഉം വീണ്ടും 30x². 6x മൈനസ് 6x ആഡ് ചെയ്യുമ്പോൾ 0. 1 + 1 is 2. ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി അതിനകത്ത് വേറെ ഒരു കാൽക്കുലേഷൻ ചെയ്യാനില്ല. ദെൻ ഹെൻസ് ഇവാലുവേറ്റ് √2 + 1 the whole raised to 6 plus √2 - 1 the whole raised to 6 എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. കിട്ടിയ ആൻസറിൽ, അതായത് ഈ ആൻസറിൽ എക്സ് വരുന്നിടത്തെല്ലാം √2 എന്ന് കൊടുക്കുക. സോ 2 into √2 the whole raised to 6 plus 30 into √2 the whole raised to 4 plus 30 into √2 the whole raised to 2 plus 2. ഇത് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റായിട്ട് കൊടുക്കാൻ നിൽക്കരുത്. √2 മാറ്റാനായിട്ട് വളരെ എളുപ്പം ഇതാണ്. √x-നെ സ്ക്വയർ ചെയ്താൽ റൂട്ട് മാറും. അപ്പം 6 എന്നുള്ളതിനെ 2ൻ്റെ ടേംസിലോട്ട് മാറ്റാൻ പറ്റുമോ നോക്കുക. 5ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഡിഫിക്കൾട്ടാണ്. അപ്പോൾ √2 തന്നെ ഇട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ 5 വന്നാൽ റൈസ് ടു 4ഉം +1ഉം ആക്കി അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ ചിലപ്പോൾ അത് നമുക്ക് ഡെസിമൽ വാല്യൂ ഒക്കെ കാണിക്കും. ഇതിപ്പോൾ പ്രശ്നമുള്ള നമ്പർ അല്ല, ഡെസിമൽ വാല്യൂ വരത്തില്ല. കാരണം നമുക്ക് 6നെ 2 × 3 എന്ന് എഴുതാം. സോ √2 raised to 2 the whole raised to 3. 4 എന്നുള്ളതിനെ 2 × 2 എന്ന് എഴുതാം. സോ √2² raised to 2. then അവസാനത്തെ ടേമിൽ √2 raised to 2 അതങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി √2 the whole squareൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ √2 the whole square ആൻസർ ഈസ് 2. റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് 2 എന്ന് കിട്ടും. സോ ആൻസർ 2³. അടുത്ത ടേമിൽ വരുമ്പോൾ 2², അടുത്തത് വരുമ്പോൾ 2. ഫൈനൽ ആൻസർ 198 എന്ന് കിട്ടും. അപ്പോൾ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇതെല്ലാം പഠിച്ചോണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. താങ്ക് യു.